ഞാൻ സമയമാകുമ്പോൾ അറിയിക്കാം. ആ എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റില്ലാണ്. ഓ ഞാൻ വിളിച്ചോളാം. என்னென்ன இப்படி பாக்குறீங்க? சொல்லுங்கண்ணா, என்னாச்சு? മലയാളം പറഞ്ഞാൽ മനസ്സിലാവും? ஓ நல்லா புரியும். நான் பாலு அண்ணாட்ட எப்பவும் பேசும். அப்போ பாலு அண்ணா சொல்றதெல்லாம் மலையாளத்தில் தானே, அப்போ எனக்கு புரியும். ഓ അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ സംസാരിച്ചാണ്. ചിന്നണ്ണ സുഖമാണോ? നിങ്ങളുടെ ഭാര്യ നല്ല കുട്ടിയാ കേട്ടോ. നീ നന്നായിട്ട് നിങ്ങൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ കൂപ്പിടണ്ട, എന്നെ കനകം എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ വിളിച്ചാൽ മതിയോ? ആ കനകം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് കേട്ടോ. நான் இங்கே இருந்தா ரொம்ப நல்லா மலையாளம் பேசுவேன். ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ നിന്നോ. ஐயோ அது முடியாது. என்னோட அப்பா மதுரையில தனியா இருக்காரு. ஒரு ரிலேட்டிவ் ஆக்கிட்டு தான் நான் வந்தேன். പറ്റുമെങ്കിൽ നിൽക്ക്. നിങ്ങളുടെ കാര്യമൊക്കെ അളിയൻ പറഞ്ഞായിരുന്നു. பாலு அண்ணாவை பார்த்தாலே பகுதி பிரச்சனையும் തീർന്നിടും. എന്നാ നിങ്ങള് കനകം ഇവിടെ ഇരിക്കും. ഞാൻ പോണ്. ഇവിടെ ഇരുന്നു. കനകം വെറും കനകമല്ല, മധുരൈ കനകം. അതെനിക്ക് ரொம்ப പിടിച്ചത്. എന്താടാ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? അതിൻ്റെ ഇടയിൽ ഞാൻ കയറി ഒന്ന് സംസാരിച്ചോ? കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല. നീ ഇവിടെ നിന്നു പറഞ്ഞ എന്ത് കുഴപ്പം? ചേച്ചി വരും, ശ്രദ്ധിച്ചോ. ചേച്ചി ഒന്നെന്ത് കുഴപ്പം? അണ്ണൻ അവരെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. എന്താടാ? ചോദിച്ചു. അണ്ണൻ എന്ത് ഇത്ര ടെൻഷൻ ആവണത്? ടെൻഷൻ ഒന്നുമില്ലല്ലോ. എന്താടാ? ഒന്നുമില്ല. சின்னண்ணா, இவங்க என்ன சொல்றாங்க? അവൻ ചുമ്മാ ഓരോന്ന് പറയണേ. പേസുമുണ്ടം. അണ്ണൻ എന്തേലും പറഞ്ഞാലും അവർ ഭയങ്കര ചിരിയാണല്ലേ. ഇനി എന്തെങ്കിലും പറഞ്ഞു നോക്കാം, അവർ ചിരിക്കും. എടാ അത് നമ്മളെ കണ്ടാൽ മതി, അവർ പെട്ടെന്ന് ചിരിക്കും. ചിരിയുടെ അസുഖം മാറ്റാനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അണ്ണാ പിന്നെ ഞാൻ പോട്ടാ. അണ്ണൻ ആ കുഞ്ഞിക്ക് വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലും. ഇല്ലെങ്കിൽ ഇനി അങ്ങനെ കയറും പൊട്ടിച്ച് ഇങ്ങോട്ട് വരും. എടേ പിന്നെ നീ ശ്രദ്ധിച്ചോണം കേട്ടാ. പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കിട്ടണ എടുത്ത് മണ്ടയ്ക്ക് അടിച്ച് തരും. ഓഹോ, നോക്കിക്കോണം. പിന്നെ കനകം, ഞാൻ പറഞ്ഞതേ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ നിൽക്ക്, ഇല്ലെങ്കിൽ പോയിട്ട് വാ. நான் கண்டிப்பா அப்பாட்ட ഒന്ന് பேசிட்டு முடிஞ்சா கண்டிப்பா வரேன். ശരി. ശ്രീ ഇവിടെ നിൽക്കായിരുന്നാ? ഗൗരി, ചിന്നണ്ണ சொல்றாரு ഇங்கே നിക്ക. ചിന്നണ്ണനാ? താനാണ്? താനാണോന്ന് ഇവിടെ നിൽക്കാൻ പറഞ്ഞ? പറഞ്ഞ് എന്തെങ്കിലും സഹായം ചെയ്തിട്ടേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ, സാലറിയും കൊടുക്കാം. അളിയ ഇവരെ കാര്യമൊക്കെ പറഞ്ഞ് പാവം. നിൽക്കണമെങ്കിൽ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ പോകണമെങ്കിൽ പോയിട്ട് വരട്ടെ. അതെ, നിൽക്കണമെങ്കിൽ നിൽക്കുങ്കോ, ഇല്ലെങ്കിൽ പോയിട്ട് വാങ്ങോ. நான் கண்டிப்பா அப்பாட்ட போய் பேசிட்டு நல்ல முடிவா வரேன். അപ്പടി ഗൗരിക്ക് പുരിഞ്ചതാ? സമ്മതമാണോ? ഇഷ്ടപ്പെട്ട? അതൊക്കെ ശ്രീയുടെ ഇഷ്ടമല്ലേ. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.